ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ അങ്ങനെ വെയിലൊന്നുമില്ല, ഒരു തണുത്ത അന്തരീക്ഷമാണ്, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ്. അതുകൊണ്ട് കുറച്ചധികം നേരം ഉറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. സാധാരണ വെയിലൊക്കെ വന്ന് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ നമ്മൾ എണീക്കില്ലേ, ഇന്ന് അങ്ങനെയല്ല, ഒരു തണുത്തിരിക്കുന്ന പോലെയാണ്. മഴ വരുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. അവിടെ ഒരു വേനൽ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പം വേനൽ മഴയുടെ രൂപത്തിൽ മഴ വരുന്നുണ്ടായിരിക്കും. ഇന്നൊരു തണുപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉറങ്ങി ജസ്റ്റ് എണീറ്റു. അപ്പോൾ രാവിലെ എണീറ്റാൽ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ എപ്പോഴും നമ്മുടെ ഈ ഒരു തോട്ടത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ വലിയ പൂങ്കാവനം എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ചെറിയ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെടിയൊക്കെ കാണാൻ ഇഷ്ടമാണ്, കുറച്ചുകൂടി അധികം കാണിക്കുക എന്നൊക്കെ ഇങ്ങനെ കമൻസിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇന്ന് ഗാർഡനിൽ നിന്നായിക്കോട്ടെ നമ്മുടെ തുടക്കം എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഇങ്ങനെ പൂക്കളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സമ്മറായ കാരണം കൊണ്ട് ഒത്തിരി പൂക്കളൊന്നുമില്ല, എന്നാലും ഈ നമ്മുടെ ബോഗൻവില്ല പോലുള്ള പൂക്കളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബോഗൻവില്ല കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റാണ്. ഇതിന് പുറമെ മാർക്കറ്റിലൊക്കെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 1000-1200 റേറ്റ് വരുന്നതാണ്. പിന്നെ നമ്മൾ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അയാൾ എനിക്ക് ഇത് കുറച്ച് റേറ്റ് കുറവിനാണ് തന്നത്. ഞാനിത് 600 രൂപയ്ക്കാണ് ഈ ചെടി വാങ്ങിച്ചത് കേട്ടോ. ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് വില പേശാണ്ട് ഇവരുടെ അടുത്തു നിന്നൊന്നും നമുക്ക് ചെടി മേടിക്കാൻ പറ്റില്ല. കാരണം ഇവർ അടാറ് വിലയായിരിക്കും പറയുന്നത് കേട്ടോ. ഇത് ഇത്രയും വലിയ പ്ലാന്റ് അല്ലേ, നിങ്ങൾ നോക്കിക്കേ, കണ്ടോ, ഇത്രയ്ക്കും വലിപ്പമുള്ള പ്ലാന്റാണ്. ചെറിയ പ്ലാന്റ്സിന് പോലും അവർ 500-400 ഒക്കെ റേറ്റ് പറയും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എപ്പോഴും വില പേശണം. വില പേശാണ്ട് ഒരു കാര്യം ചെയ്യരുതോ, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ഭയങ്കര വിലയാണ് കേട്ടോ ചെടികൾക്ക്. നാട്ടിലൊക്കെ ഇത്രയും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ബോഗൺവില്ല ഇപ്പോൾ താരമായ കാരണം കൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. എല്ലാവരും പറയൂലേ സമ്മർ സീസണിൽ മാത്രമാണ് ഇതിങ്ങനെ നല്ല പോലെ പൂടുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നല്ല വളവും ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് എടുത്താൽ പോലും എപ്പോഴും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ ബോഗൺവില്ല. മെയിൻ്റനൻസ് കുറവാണ്, എന്നാൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം. ഇതിൻ്റെ ഓഫ് സീസൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊന്ന് വെട്ടിക്കൊടുത്ത് വളമൊക്കെ ചെയ്താൽ നല്ല പോലെ പൂവുണ്ടാവും. ആക്ച്വലി ഈ ചെടി എന്നെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ പൂ മുഴുവൻ കൊഴിഞ്ഞു പോയി. എന്നിട്ട് പിന്നെ ഇതൊരു 2 മാസത്തോളം ഒട്ടും പൂവില്ലാണ്ട് നിന്ന് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി, എന്താ പറ്റി എന്നറിയാണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളാണ്. ഒരു വട്ടം ഇങ്ങനെ പൂത്ത ഇങ്ങനെ മാസങ്ങളോളം നിൽക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു വയലറ്റ് ലാവൻഡർ കളർ എന്ന് പറയാം. നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ഈ കളറ് കണ്ടിട്ടാണ് ഞാൻ ഈ ചെടി തന്നെ വാങ്ങിച്ചത്. ഇന്ന് നമുക്ക് വേറെ ചില പ്ലാനുകളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകണം. ഇങ്ങനെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്ത് പോകണം. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, എനിക്ക് തണുക്കുന്നു. ചെടി നനയ്ക്കണോ വേണ്ടേന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. കാരണം ഞാൻ 2 നേരം നനയ്ക്കുന്ന കാരണം കൊണ്ടേ ചിലപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ നനഞ്ഞ് കിടക്കണം. പ്രത്യേകിച്ച് ഇന്നിങ്ങനെ ഒരു ഇരുട്ട് പോലെ ഒരു മഴ പിടിക്കല്ല, ഒരു കാർമേഘമൊക്കെ മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ. തണുപ്പുണ്ട്, അപ്പം നനയ്ക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നനച്ചതിൻ്റെ ആ ഒരു നനവും കൂടി ആകുമ്പോൾ ചെടിക്ക് ഓവറായിട്ട് വെള്ളമായി പോവും, ചെടി കേടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ നനച്ചൊന്നും വരില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നനയ്ക്കുന്നൊന്നുമില്ല, താഴെ പോകണം. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണ് എന്നുള്ളത്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കിളികളൊക്കെ വരും, മരത്തിൽ ഒത്തിരി കിളികൾ വരും കേട്ടോ. ഇങ്ങനെ മൈന, തത്തമ്മ, പിന്നെ കുരുവികൾ, അങ്ങനെയൊക്കെ. കാക്കയൊന്നും ഇല്ല ഇവിടെ, അത് കാരണമാണ് കുറച്ച് സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ കാക്ക എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഒരു സ്വൈര്യം തരത്തില്ലല്ലോ കാക്ക. കണ്ടോ, കുയിലാണേ, മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ ഇങ്ങനെ കൂവും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കുയിലും മൈനയും കൂടിയിട്ട് കൂട്ടുകൂടി നടക്കുന്നത് കാണുന്നത്. ഇവിടെ ഒരു കുയിലുണ്ട്, 2-3 മൈനകളുണ്ട്. നമ്മൾ ഒറ്റ മൈനേനെ കണ്ട പണ്ട് ചെറുപ്പത്തിൽ അടി തന്നേ എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഇവിടുത്തെ ഒരു സെറ്റ് ഓഫ് മൈനകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ വരുന്ന കാരണം കൊണ്ട് ഞാനിങ്ങനെ നോക്കും, ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നൊക്കെ. എനിക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ, എന്തെങ്കിലും വഴക്കുണ്ടാവുമോ അടി ഉണ്ടാവുമോ എന്നൊക്കെ. വെറും മണ്ടത്തരാണെന്നറിയാം, എന്നാലും ആ ചെറുപ്പം തൊട്ടുള്ള ആ ഒരു ശീലമുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദേ കുയിലും മൈനയും കൂടിയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. ചിലപ്പോൾ നമ്മൾ അടുത്ത് പോയി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പറന്നു പോവും.
ഇവരിങ്ങനെ കൂകി നല്ല രസമാണ് കേട്ടോ ഇവിടെ അങ്ങനെ വന്നിരിക്കാനായിട്ട്. അപ്പോൾ ഞാനിനി താഴത്തേക്ക് പോട്ടെ, നമുക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് താഴെ പോയി മക്കളെ വിളിച്ചുണർത്തണം, ശരത്തേനെ വിളിച്ചുണർത്തണം. ശരത്തേനെ ചിലപ്പോൾ എണീറ്റ് കാണും ഈ ഒരു സമയമായ കാരണം കൊണ്ട്. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം വെറുതെ വേസ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാം. ഇന്നിപ്പോൾ അങ്ങനെ ഒത്തിരി പൂക്കളൊന്നുമില്ല, ചെറുതായിട്ട്. എന്നാൽ നമ്മുടെ ഗാർഡനിൽ പൂവില്ലാത്ത ഒരു സമയവും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ ഇച്ചിരി വലിയ ഗാർഡൻ ആയ കാരണം കൊണ്ട് ഏതെങ്കിലുമൊക്കെ പൂക്കൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും കാണിക്കുന്നില്ല, എനിക്ക് പേടിയാണ്. എല്ലാം കൂടി ഒന്നിച്ച് കാണിച്ചാലേ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയില്ലേ, കണ്ണ് തട്ടി ചിലപ്പോൾ കേടായി പോകുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്നിച്ച് കാണിക്കാത്തത് കേട്ടോ. എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങനെ മുന്നേ എപ്പോഴോ വീഡിയോയിൽ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യം അങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒത്തിരിയൊക്കെ ഓവറായിട്ടൊക്കെ കാണിച്ച് തന്നാലുണ്ടല്ലോ, എനിക്ക് അപ്പം ആ ചെടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടാറുണ്ട്. അതൊരു വിശ്വാസമായിരിക്കാം. ചിലപ്പോൾ ചിലരെങ്കിലും ഹായ് മനസ്സിലൊന്നും വെച്ചിട്ട് ചിലപ്പോൾ പറയുന്നതായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെന്തെങ്കിലും ഒരു മോശം സംഭവിക്കില്ലേ. അതുകൊണ്ടാണ് ഞാൻ ആരെയും കുറ്റം പറഞ്ഞതൊന്നല്ല കേട്ടോ. അയ്യോ എന്തൊരു അഹങ്കാരി പെണ്ണിന്, അങ്ങനെയൊന്നും വിചാരിക്കരുതോ. ഞാൻ കാണിച്ചു തരാം കുറച്ചായിട്ട് അന്നന്ന് വിരിയുന്ന പൂക്കൾ. ഇപ്പോൾ ഇതേ ഇന്ന് നോക്കിയേ, ഇവിടെ ലില്ലി വിരിഞ്ഞിട്ടുണ്ട്. ഇത് ഏപ്രിൽ ലില്ലി എന്നാണ് ഇതിൻ്റെ പേരെന്ന് ഒരിക്കൽ ഒരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അപ്പം ഇപ്പോൾ ഏപ്രിൽ മാസം ആയതുകൊണ്ടായിരിക്കാം ഏപ്രിൽ ലില്ലി ഇവിടെ ഒത്തിരി വിരിയുന്നുണ്ട്. കൊല്ലത്തിലൊരിക്കൽ പ്രാവശ്യം 1-2 പ്രാവശ്യം മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ കേട്ടോ ലില്ലി പൂവ്. അപ്പോൾ നമുക്ക് 2-3 ചെടികളുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ ഓൾറെഡി വിരിഞ്ഞ് കഴിഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വിരിഞ്ഞിട്ടുള്ള ഏപ്രിൽ ലില്ലി കേട്ടോ, ലില്ലിപ്പൂവ്. ഇത് ഏപ്രിൽ ലില്ലിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഏപ്രിൽ ലില്ലിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചെടികളായിരിക്കും. ഇതുപോലത്തെ 2-3 കളർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊക്കെയാണ് വിരിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തേക്ക് പോയാലോ. ഇന്ന് രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഗാർഡനും ചെടികളും ഇതൊക്കെ ഉണ്ടോ. അങ്ങ് ദൂരെ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ വൈബിന് വേണ്ടിയിട്ട് നമ്മൾ എവിടേക്കും പോകേണ്ട കാര്യമില്ല, നമ്മളിങ്ങ് മേലേക്ക് കയറി വന്നാൽ മാത്രം മതി. നിങ്ങളൊന്ന് നോക്കിക്കേ, ഞാൻ അങ്ങനെ സൂം ചെയ്ത് കാണിക്കാം. ഇത് നോക്കിയേ, ഇതാരായി നിൽക്കുന്നതെന്ന് നോക്കിയേ. ഒരു മരം മുഴുവൻ പൂവാണ് ഈ നിൽക്കുന്നത്. അങ്ങനെ ഇവിടെ ഒത്തിരി മരങ്ങൾ ഈ ചുറ്റുപാട് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ചുറ്റും എവിടെ നോക്കിയാലും ഇങ്ങനെ മരങ്ങളാണ്. ഇത് പിങ്ക് ബ്ലോസം എന്ന് പറയുന്നൊരു മരമാണ് കേട്ടോ. അങ്ങനെ സൂം ചെയ്ത് ഞാൻ കാണിക്കാം. കണ്ടോ, നേരിട്ട് കാണാൻ അതിലേറെ ഭംഗിയാണ് കേട്ടോ. കുറച്ച് പ്രായം ചെന്ന മരമൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിറയെ പൂടും. കുറച്ച് ചെറുപ്പക്കാരനാണെങ്കിൽ കുറച്ച് ഇലകളോട് കൂടിയിട്ടായിരിക്കും പൂക്കൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ നിറയെ പൂണ്ടായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ഇങ്ങനെ ആകാശം മുട്ടെ നിൽക്കുന്നത് കാണാനായിട്ട് കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റുള്ള വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് അവരുടെ ഈ മരം ഉള്ളത് കേട്ടോ. നമുക്കുണ്ട് ഇവിടെ മരം കേട്ടോ. ഒരു ഭാഗത്ത് പൂവൊക്കെ കൊഴിഞ്ഞു പോയിന്ന് മാത്രം. അപ്പോൾ മോർണിംഗ് വൈബ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അങ്ങനെ ഞാൻ കുളിച്ച് കുട്ടപ്പത്തിയായി ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കാലത്തെ തന്നെ പുറപ്പെടുന്നുണ്ട്. തനക്കുട്ടിയൊക്കെ കണ്ടോ എത്ര മിടുക്കിയായിട്ട് നിൽക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം കാറിൽ കയറി പോകുന്ന വഴിക്ക് ഈ പിങ്ക് ബ്ലൗസ് നിറയെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ബാംഗ്ലൂരിൻ്റെ എവിടെ നോക്കിയാലും ഈ ഒരു കാഴ്ച മാത്രമേ സമ്മർ സീസണിൽ ഉണ്ടായിരിക്കുള്ളൂ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ പുറത്തെ ഈ കാഴ്ചകൾ കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിതേ ഫൺ വേൾഡിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ അക്വേറിയം പാരഡൈസ് കാണിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ ഒരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പൈസ നഷ്ടം വരാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണാം. അത്രയ്ക്കധികം വെറൈറ്റി മീനുകളും അതർ സ്പീഷീസും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ അക്വേറിയം കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്നോ സിറ്റിയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ സ്നോ സിറ്റിയും അത്യാവശ്യം സമയം എടുക്കും. ഒരു 1-1.5 മണിക്കൂറൊക്കെയാണ് നമുക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അതിനകത്ത് കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ വിവരം അറിയാതെ കാരണം കൊണ്ട് നമ്മൾ 1.5 മണിക്കൂറിന് മറ്റാണ് എടുത്തതെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് വിശക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ഐസ്ക്രീമും ജ്യൂസൊക്കെയാണ് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. നമ്മൾ ഓരോരോ പാക്കേജൊക്കെ ഉണ്ട്, ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ ഇത്ര ടൈം, ഇന്ന കാര്യങ്ങൾ
ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്തോ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 1000 സംതിങ് ആണ് അതിന് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി വന്നപ്പോഴത്തേക്കും 3D എഫക്റ്റിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇതൊക്കെ 3D പോലെ കാണുന്നതാണ് കേട്ടോ. ഇത് നമ്മളൊരു ആപ്പ് അവിടെ ചെല്ലുമ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വീഡിയോ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ എഫക്റ്റ് കാണുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് ഇങ്ങനെ കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊരു രസമായിരുന്നു, ഒരു ഫണ്ണായിരുന്നു കുട്ടികൾക്കൊക്കെ വീഡിയോ എടുത്ത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാതൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഹൾക്ക് ഉണ്ടായിരുന്നു. ഹൾക്കിൻ്റെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഹൾക്ക് തിരിഞ്ഞ് നിന്ന് നമ്മളെ ചീത്ത വിളിക്കും. അങ്ങനെയാണ് ആ വീഡിയോ വരുന്നത്. അത് ഞാൻ ഷോർട്സ് ആയിട്ട് അങ്ങോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഫണ്ണാണ്, കുട്ടികൾക്ക് അതൊക്കെ ഒരു രസമാണ്. പിന്നീട് വീഡിയോ കാണിച്ചപ്പോൾ അവർ കുറേ ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കയറിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചെറിയ ഏരിയ ഉണ്ട്. ഒരുപാട് വെറൈറ്റി ഒന്നും കിട്ടുമെന്നില്ല. ഇങ്ങനെ ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ കപ്പ് നൂഡിൽസ്, അങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. നമുക്ക് അക്വേറിയത്തിൽ തന്നെ 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്നോ സിറ്റിയിലേക്ക് വരുന്നത്. പിന്നെ നേരത്തെ കണ്ട പോലെ നമ്മുടെ പാക്കേജിനനുസരിച്ച് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളിലൊക്കെ കയറാനും ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നത്. അപ്പോൾ ഇതിൽ ഒരു 1-1.5 മണിക്കൂറാണ് നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് വലിയ ടാസ്ക് ആയിരുന്നു. എനിക്കും ശരത്തേട്ടനും പിക്കുവിനും അത്ര കുഴപ്പമില്ല, കാരണം ഞങ്ങൾ കുറച്ച് തിക്കായിട്ടുള്ള കട്ടിയുള്ള വസ്ത്രങ്ങളാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ തിന്നായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് അല്ലെങ്കിൽ നീളക്കുറവുള്ള ഡ്രസ്സൊക്കെയാണ് ഇട്ടതെന്ന് വെച്ചാൽ നല്ല പണി കിട്ടും. കാര്യം നമുക്ക് അവിടെ നിന്ന് ഗ്ലൗസും പിന്നെ നമുക്കിടാനുള്ള ജാക്കറ്റും ബൂട്ടും എല്ലാം അവർ തരുന്നുണ്ട്, അല്ലാണ്ട് നമുക്കിതിനകത്ത് നിൽക്കാനേ പറ്റില്ല. എന്നിരുന്നാലും കൂടി നമ്മളിടുന്ന വസ്ത്രം തിക്നെസ് കുറവായതോ നീളം കുറവായതോ ഒക്കെ ആണെങ്കിൽ നല്ല പണി കിട്ടും. നിങ്ങൾക്ക് തനുകുട്ടീനെ കണ്ടറിയാലോ, അവൾ കരയായിരുന്നു. ഒരു 10 മിനിറ്റിനകം അവൾക്ക് നിൽക്കാൻ തന്നെ പറ്റാണ്ടാവുന്നുണ്ടായിരുന്നു, കാരണം അവൾ ഉടുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൂട്ടിട്ടാലും അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് വരും കാലും ഡ്രസ്സും തമ്മിൽ. അപ്പോൾ അവൾക്ക് ഭയങ്കര തണുപ്പടിച്ചു, എന്നിട്ട് കരച്ചിലായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് നടക്കുമായിരുന്നു. അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവളവിടെ പിടിച്ച് നിർത്തിയതാണ്. പിന്നെ അവിടെ സൈഡിൽ ചായ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് തണുപ്പൊക്കെ കുറയാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴാണ് ഒരു കുറച്ച് നേരം അവൾ നിൽക്കാനായിട്ട് സമ്മതിച്ചത് കേട്ടോ. പിന്നെ പിക്കുവാണ് പിന്നെയും അവിടെയൊക്കെ ഒന്ന് കുറച്ച് എക്സ്പ്ലോർ ചെയ്തത്. അവർ ഈ സ്ലൈഡിലും ഇതിലൊക്കെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് തരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫോട്ടോസ് കുറച്ചധികം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ പാക്കേജും കാര്യങ്ങളൊക്കെ അതിനും വരുന്നുണ്ട്. 10 ഫോട്ടോയ്ക്ക് 1600 രൂപ, ഒരു ഫോട്ടോയ്ക്ക് ആണെങ്കിൽ 480 രൂപ, അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു 3-4 ഫോട്ടോയാണ് അങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ തനുകുട്ടീനെ കണ്ടോ, അവളവിടെ നിന്ന് കരയാണ്. ഞാൻ ഇച്ചിരി ഫോട്ടോ എടുക്കടാ കണ്ണ എന്നും പറഞ്ഞിട്ടൊക്കെ ഞങ്ങളൊരു 1-1.5 മണിക്കൂറോളം നിന്നു. കഷ്ടിമുഷ്ടി അങ്ങനെ നിന്ന് ഇടയ്ക്ക് അവളെ ഒന്ന് പുറത്തേക്കൊക്കെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അതിനകത്ത് നിന്നത് കേട്ടോ. അങ്ങനെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവർക്ക് മഞ്ഞിൽ കുറേ നേരം കളിക്കാൻ പറ്റിയില്ല എന്നാണ് പിക്കുവിൻ്റെ പരാതിയായിരുന്നത്. അപ്പോൾ അടുത്ത സ്ഥലം അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തിൽ കയറണമെങ്കിലും നമ്മൾ അതിന് സ്പെസിഫിക് ആയിട്ട് പൈസ അടയ്ക്കണം. അപ്പോൾ ഓരോന്നിൽ കയറാനായിട്ട് നമുക്ക് ഏതാ ചൂസ് ചെയ്യുക, അതിന് പോയി പൈസ അടയ്ക്കുക, തിരിച്ച് വരിക. അപ്പോൾ ശരതൻ അതിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ കണ്ടപ്പോൾ അത് വേണോ ഇത് വേണോ എന്നൊക്കെ സംശയമായിരുന്നു. കാരണം കുട്ടികളല്ലേ, അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പിക്കു ഇത് പറയും അത് വേണമെന്ന് പറയും. ഏതെങ്കിലും 1-2 എണ്ണം ചെയ്യാം, കാരണം അത്രയും സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാം വിശന്ന് കഴിഞ്ഞു. 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്കും. പക്ഷേ ഇവരിവിടെ നിന്ന് ഇറങ്ങാനായിട്ട് സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്നായിരുന്നു. നമുക്ക് ഒരിക്കലും ഈ ഫൺ വേൾഡിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യവും ഒന്നിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ അക്വേറിയം ഈ സ്നോ സിറ്റിയും കണ്ടു പോകണം, അല്ല എന്നുണ്ടെങ്കിൽ ഫൺ വേൾഡും സ്നോ സിറ്റിയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം. എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഫൺ വേൾഡിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഡ്രീം വേൾഡും ഇതൊക്കെ പോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ അതിന് നമുക്ക് സമയം തികയാതെ പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ എല്ലാം വെറുതെ ഓടി നടന്ന് കണ്ടാൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഫൺ വേൾഡ് ഒഴിവാക്കിയിട്ട്
ബാക്കി 2 എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിക്കുമോന് ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ് അവൻ അതിൽ കയറി എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. താനക്കുട്ടി ഇവിടെ കാറായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു സന്തോഷം, താനക്കുട്ടിക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവൾക്ക് മഞ്ഞിൽ കളിക്കണം എന്നുള്ളത്. ഇന്നത്തോടെ ആ പൂതി മതിയായി, എനിക്കും ആ പൂതി മതിയായി കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നേ ഉണ്ടായിരുന്നില്ല, താനക്കുട്ടിക്ക് ശേഷം പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനകത്ത് നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്താ പറയുക, കൈയൊക്കെ മരവിക്കും. ഞാൻ ആ ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് ഊരി ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും എൻ്റെ കൈയെല്ലാം മരവിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഒരു മഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ, തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മരം കോച്ചെന്ന മഞ്ഞെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ കൈ കോച്ചി പോയി എൻ്റെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തായിരുന്നു കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. എത്ര എണ്ണത്തിൽ കയറ്റിയാലും പിന്നെ ഇവർക്കൊന്നും മതിയാവില്ല. തനുകുട്ടി പിണങ്ങിയിരിക്കുകയാണ്, ഇനി ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വീണ്ടും അവൾക്ക് കാറിൻ്റെ ഓടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഒന്നിലൊരു സ്ഥിരത ഇല്ലാത്ത പോലെയാണ് കേട്ടോ. ഇതിൽ കയറുമ്പോൾ പറയും അതിൽ പോകണമെന്ന്, അതിൽ പോകുമ്പോൾ പറയും ഇതിൽ കയറണമെന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി അവളെ ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇതാണ് അവളുടെ ഒരു ഏജിന് പറ്റിയതെന്ന് തോന്നുന്നു, അവൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതിലൊക്കെ കയറ്റി ഹാപ്പിയാക്കി തിരിച്ചിറക്കി. എനിക്കാണെങ്കിൽ വിശന്നിട്ടാണ്, അവിടെ നിന്ന് പോയാൽ മതി എന്നായിട്ടുണ്ടായിരുന്നു. ഈ സ്നാക്സ് പോലത്തെ ഐറ്റംസ് അല്ലാണ്ട് അതിനകത്ത് വേറെ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായും പുറത്തേക്ക് തന്നെ വരണം. അപ്പോൾ അതുകൊണ്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുറത്തിറങ്ങി ഞങ്ങൾ 1-2 ഫോട്ടോസൊക്കെ കൂടി എടുത്ത് ഞങ്ങളിതേ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഉഗ്രൻ മഴ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വന്ന ദിവസം ഇങ്ങനെ ഒരു മഴ പിടിച്ച ദിവസം പോലെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അകത്ത് കയറുന്ന വരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് നനഞ്ഞൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തനുകുട്ടിയും പിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനും ശരത്തേട്ടനും എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ദിവസമൊക്കെ ഒരു ക്വാളിറ്റി ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് ഫണ്ണും കൂടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരാം. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞങ്ങൾ ഇപ്രാവശ്യം ട്രിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. നാട്ടിലേക്ക് പോകാനുള്ളൊരു പ്ലാനുള്ള കാരണം കൊണ്ടാണ് അങ്ങനെയൊക്കെ ആ പരിപാടിയൊക്കെ നമ്മൾ ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണ് ഈ വെക്കേഷനായിട്ട് നമുക്ക് വേണമല്ലോ. ഇനി ബാക്ക് ടു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിനും സമയം കാണില്ല. ഇതാണ് ഫൺ വേൾഡ്. ഫൺ വേൾഡിൽ ഞങ്ങൾ ഓൾറെഡി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മാത്രമായിട്ട് വരണം. കാരണം ഇതിനകത്ത് ഒരു ദിവസം മുഴുവൻ വേണം, എന്നാലാണ് നമുക്ക് കളിച്ച് തിമിർക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഫൺ വേൾഡ് ഒഴിവാക്കിയത്. പിന്നെ ഇത് വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വീക്ക് ഡേയ്സിലാണ് വന്നത്, എന്നിട്ടാണ് ഈ അവസ്ഥ പറയുന്നത്. അപ്പോൾ വീക്കെൻഡിലത്തെ കാര്യം പറയാനായിട്ടുണ്ടോ? എല്ലാ സ്ഥലം, സ്നോ സിറ്റി ആണെങ്കിലും നമ്മുടെ അക്വേറിയം പാരഡൈസ് ആണെങ്കിലും ഫൺ വേൾഡ് ആണെങ്കിലും എല്ലാത്തിനും നല്ലപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് മാക്സിമം വീക്ക് ഡേയ്സിൽ വന്ന് പോകാനായിട്ട് നോക്കുക കേട്ടോ, ഇവിടെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ടാമറിൻഡിലാണ് കയറിയത്. അപ്പോൾ ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്, പിന്നെ അകത്തും സ്ഥലമുണ്ട്. നല്ലൊരു മഴ പെയ്ത് തീർന്ന കാരണം കൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നല്ല ആംബിയൻസ് ആണ്. ഈവനിങ് ടൈമിലൊക്കെ അവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഞങ്ങൾ പക്ഷേ അവിടെ മഴ പെയ്ത് ഫുൾ നനഞ്ഞ് കിടക്കുന്ന കാരണം കൊണ്ട് അകത്താണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ബാർക്കം റെസ്റ്റോറൻ്റ് ആണ്, ഫാമിലി റെസ്റ്റോറൻറ്റും ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ പോയിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. പുറത്തിരുന്നില്ല, കാരണം എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം എന്നുള്ള അവസ്ഥയിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്റ്റാർട്ടറൊക്കെ പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന് തന്നു. ടാമറിൻഡ് ഞാൻ പറയണ്ടല്ലോ, ഇവിടുത്തെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ടാമറിൻഡ് പറയും. നല്ല വെറൈറ്റി ഫുഡും കിട്ടും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടറായിട്ട് ഹണി ചില്ലി ചിക്കൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഹണി കോട്ടഡ് ആയിട്ടുള്ള ചിക്കനാണ്, നല്ല സ്പൈസിയുമാണ്, എന്നാൽ നല്ല ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും ഉണ്ട്. പിന്നെ കുടിക്കാനായിട്ട് ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടയേർഡായിരുന്നു കേട്ടോ. അത്രയും നടക്കാനും ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒരു ദിവസമൊക്കെ അല്ലേ, നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കുറച്ച് വിശപ്പൊക്കെ കൺട്രോൾ ചെയ്യാം. ഞങ്ങൾക്ക് അധികം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ അവർ മെയിൻ കോഴ്സ് കൊണ്ടുവന്ന് തന്നായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ നമ്മളധികം റിസ്ക് എടുക്കാൻ പാടില്ലല്ലോ. ഏത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും കോമൺ ആയിട്ട് പോകുന്ന ഭക്ഷണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഒരു ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ എനിക്കും പിക്കുവിനും തനുവിനും കഴിക്കാൻ പറ്റി. തനുവിന് അത്രയ്ക്ക് വേണ്ട, അവൾ അത്രയ്ക്കൊന്നും കഴിക്കില്ല.
കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ശരത്തേട്ടൻ ബട്ടർ ഗാർലിക് നാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ശരത്തേട്ടനും അവളും അതാണ് കഴിച്ചത്. പിന്നെ കുറച്ച് ബിരിയാണി ബാക്കിയുള്ളത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊക്കെ കഴിച്ചു എന്ന് മാത്രം. ചിക്കൻ ബട്ടർ ചിക്കൻ ആയിരുന്നു എന്ന് തോന്നുന്നു, ഇനി പേര് ഓർമ്മയില്ല. ബട്ടർ ചിക്കൻ അല്ല, വേറെ എന്തോ പേര് പറഞ്ഞായിരുന്നു. അത് അടിപൊളിയായിരുന്നു കേട്ടോ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടാമറിൻഡിൽ നിന്ന് കഴിക്കുന്ന എല്ലാ ഭക്ഷണം അടിപൊളിയാണ്. നമ്മൾ TC പാലയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബാനസവാടിയൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു ടാമറിൻഡ് ഉണ്ട്. അവിടത്തെയും ഫുഡ് അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണവും തട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. കിടന്നതേ ഓർമ്മയുള്ളൂ, ഉറങ്ങിപ്പോയി, അത്രയും ടയേർഡായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്നാൽ പിന്നെ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.